ഞാനിവനെ കൊണ്ടുപോകുന്നു. മൗഗിളി കുട്ടാ മുറുകെ പിടിച്ചിരുന്നോ. മൗഗിളി, എൻ്റെ മൗഗിളി, അമ്മേ. കുരങ്ങൻ രാജാവിനെ കാണാനില്ല. അവൻ മുങ്ങിപ്പോയെന്ന് തോന്നുന്നു. കായുടെ കൂട്ടുകാരോടൊപ്പം മൽപ്പിടുത്തം നടത്തുന്നതിനിടെ കുരങ്ങൻ രാജാവ് എവിടെ പോയി? അവൻ രക്ഷപ്പെട്ടോ? അവിടെ ഒരു അനക്കം. പെട്ടെന്ന് ഒരൊറ്റ കുതിപ്പിന് മൗഗിളിയെ കയ്യിലാക്കി കുരങ്ങൻ രാജാവ് പുഴക്കരയിലൂടെ കിഴക്കോട്ട് നടന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കാര്യമില്ല ബഗീര, കരയിൽ എന്നെക്കാൾ ശക്തി അവനാണ്. പക്ഷെ ഞാൻ ശ്രമിക്കാം. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. കായെ അവൻ ചുഴറ്റി എറിഞ്ഞു. എന്നാൽ കായുടെ കൂട്ടുകാരും ഇത് കണ്ട് നോക്കി നിന്നിരുന്നില്ല. നമുക്ക് ഒരിക്കൽ കൂടി ഇല്ല. കാട് മുഴുവൻ എതിർത്താലും അവന് പ്രശ്നമല്ല, കാരണം അവൻ പ്രേതമാണ്. കുരങ്ങൻ രാജാവ് നടന്നകുന്നു മൗഗിളിയും കൊണ്ട്. മൗഗിളി, ആരും അനങ്ങിയില്ല, ഒരാളൊഴികെ. എൻ്റെ മോനെ ലൂറി, അരുത്, വിടറാ എൻ്റെ മൗഗിളിയെ. എൻ്റെ മകനെ എനിക്ക് വിട്ടു തരണേ. അമ്മേ, അമ്മേ, എന്നെ രക്ഷിക്കണേ, എന്നെ വിട്ടുകൊടുക്കല്ലേ അമ്മേ, എൻ്റെ മോനെ കൊണ്ടുപോകല്ലേ. കുരങ്ങൻ രാജാവ് മൗഗിളിയെ പതുക്കെ ലൂറിയുടെ മുന്നിലിരുത്തി. എന്നിട്ട് സാവധാനം നടന്നകുന്നു. ഒടുവിൽ ലൂറിയുടെ സ്നേഹം പ്രേതത്തെ തോൽപ്പിച്ചു. പിറ്റേന്ന് അഖിലൻ്റെ നേതൃത്വത്തിൽ യോഗം കൂടി. കുരങ്ങൻ രാജാവിൻ്റെ അധ്യായം അവസാനിച്ചു. എന്നാൽ ആ പ്രേതത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഇവിടെ ഒരാൾ എത്തിയിട്ടുണ്ട്. അടുത്ത കാട്ടിൽ താമസിക്കുന്ന ഈ മുത്തച്ഛൻ കുരങ്ങൻ. അദ്ദേഹത്തിന് ഈ പ്രേതത്തെ പറ്റി എല്ലാം അറിയാമായിരുന്നു. അഖില, അതിലൊരു തെറ്റുണ്ട്. അത് പ്രേതമല്ലായിരുന്നു. അതെ, സാമാന്യത്തിൽ അധിക വലിപ്പവും ശക്തിയും ഉണ്ടെങ്കിലും അവനൊരു ആൾക്കുരങ്ങ് മാത്രമാണ്. താമസം ഞങ്ങളുടെ കാട്ടിൽ. എങ്ങനെയോ ഒഴുക്കിൽപ്പെട്ട് ഇവിടെ എത്തി അവൻ മൗഗിളിയെ കണ്ടു. മക്കളില്ലാത്ത അവൻ സ്വന്തം മകനായി വളർത്താനാണ് മൗഗിളിയെ എടുത്തത്. നെറ്റിയിലെ മുറിപ്പാട് പണ്ടൊരു അപകടത്തിലുണ്ടായതാണ്. അത് കണ്ടാണല്ലോ അവൻ പ്രേതമാണെന്ന് എല്ലാവരും കരുതിയത്. പക്ഷേ ലൂറിയുടെ സ്നേഹം കണ്ടപ്പോൾ അവൻ്റെ മനസ്സറിഞ്ഞു. ഏതായാലും പ്രേതവും ഭൂതമൊന്നും ഈ കാട്ടിൽ വന്നിട്ടില്ല, വരികയും ഇല്ല. എല്ലാവരും മുത്തശ്ശി കഥ പോലെ വെറുതെ പേടിച്ചു.